സഞ്ജു, നീ ഇങ്ങനെ പാവമാകാതെ. നീ ഇപ്പോഴും വിഷ്ണുവിനെ ഭർത്താവായി കാണുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങേരിന്റെ ഭർത്താവല്ല. എന്നാലും ഒരെന്നാലും ഇല്ല. ഏട്ടൻ ചെയ്തതാ ശരി. നാളെ സഞ്ജുവിനെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് അയക്കുക. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവന്റെ പ്ലാൻസ് ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല. കിച്ചു, കിച്ചു, നിനക്ക് ഐസ്ക്രീം വേണമെന്നല്ലേ പറഞ്ഞേ? വാ, വാങ്ങിത്തരാം. ഞാനപ്പോ പറഞ്ഞു. അത് നീ പറഞ്ഞു, നീ ഓർക്കാത്തതാ. ഇല്ല ജയ്. ഓ എന്റെ പൊട്ടിപ്പെണ്ണെ, നീ ഇങ്ങോട്ട് വാ. ജയ്, എന്താ ചെയ്ത്? ഞാനിപ്പോൾ ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞേ. എന്റെ കിച്ചു, അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ട്, സംസാരിക്കട്ടെ എന്ന് കരുതി അത് മാറി നിന്നതല്ലേ? ഓ ഞാൻ ഓർത്തില്ല. ശരി ശരി, താൻ വാ. സഞ്ജന, എന്താ സാർ? താനെന്താ എന്നോട് പറയാനത്? തന്റെ മനസ്സിലുള്ള ഇഷ്ടം കൃഷ്ണേന്ദു സാറിനോടെല്ലാം പറഞ്ഞു കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയമായിരുന്നു സാർ. സാർ അത് എങ്ങനെ എടുക്കുമെന്നുള്ളത്. അതിലുപരി ഞാൻ എൻ്റെ ഏട്ടനെ വിശ്വസിച്ചു പോയി. എനിക്കെല്ലാം നേടിത്തരുന്ന എൻ്റെ ഏട്ടൻ എൻ്റെ ഇഷ്ടം നേടിത്തരുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. വിഷ്ണു തന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ തനിക്ക് ശ്രമിച്ചുകൂടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാർ, ഏട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. അതിനുള്ള ശിക്ഷയാ വിഷ്ണുവേട്ടൻ. സഞ്ജന, താൻ വിഷമിക്കാനല്ല ഞാൻ ഇതൊക്കെ ചോദിച്ചത്. വിഷമമായെങ്കിൽ സോറി. ഇല്ല സാർ, എനിക്ക് വിഷമമൊന്നുമില്ല. സഞ്ജന, ഈ താലി തനിക്ക് വേണോ? ഇനി ഈ താലിക്ക് തന്റെ കഴുത്തിൽ കിടക്കാനുള്ള യോഗ്യതയില്ല. ഇതിപ്പോൾ തന്നെ അഴിച്ചു മാറ്റാം. വേണ്ട, അത് വേണ്ട സാർ. അയാളോടുള്ള സ്നേഹം കൊണ്ടല്ല. ഒരു പെണ്ണിന് താലി ഒരു ആഭരണം മാത്രമല്ല, ഒരു സംരക്ഷണം കൂടിയാ. അത് അഴിച്ചു മാറ്റാൻ എനിക്കാകില്ല. സംരക്ഷണം തരേണ്ട ആൾ തന്നെയല്ലേ തന്നെ വേട്ടയാടുന്നത്? ഞാൻ സാറിന് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല. സത്യമാ, എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. പക്ഷേ ഈ താലി ഇത് എനിക്ക് അഴിച്ചു മാറ്റാൻ എനിക്കാവുന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണം സാർ. കൃഷ്ണേട്ടൻ ഇവിടെ വാടി. കൃഷ്ണേട്ടൻ വീട്. കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ നിനക്ക് നാണമില്ലേടി? അതും ഞാൻ കെട്ടിയ ഈ താലി ഇട്ടോണ്ട് വാടി ഇവിടെ. വിടടാ അവളെ. അത് പറയാൻ നീ ആരടാ? ഞാൻ ഇവളുടെ ഭർത്താവാ. വേണ്ട, ഒരു വഴക്ക് വേണ്ട, പ്ലീസ്. കേറടി വണ്ടിയെ. വലിയേട്ടൻ അറിഞ്ഞോണ്ടാണോ ഇത്? എന്താ വിഷ്ണു? സഞ്ജന ആ ഹരിയുടെ കൂടെ സല്ലപിച്ചോണ്ട് നിൽക്കുന്നതാ ഞാൻ കണ്ടത്. ഇത് വലിയേട്ടനും അറിഞ്ഞോണ്ടാണോന്ന്? അത് വിഷ്ണു. സഞ്ജന ഇപ്പൊ എന്റെ ഭാര്യ. അവളുടെ പഴയ കാര്യമൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഇപ്പോഴും അവളെ പഴയ പോലെ അഴിച്ചു വിടാനാണെങ്കിൽ അതിനെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇല്ല വിഷ്ണു, അത് അവളോടുള്ള പരിചയത്തിന്റെ പുറത്ത് അവൻ മിണ്ടിയതാകും. വലിയേട്ടനും അറിയാമല്ലോ, ഒരു ഭർത്താവായിരുന്നിട്ടും ഞാൻ എന്റെ പരിധി വിട്ട് അവളോട് പെരുമാറിയിട്ടില്ല. ഇതിൽ കൂടുതൽ ഒരു ഭർത്താവിന് താഴാൻ പറ്റുമോ? ഇനി ഇങ്ങനൊന്നും ഉണ്ടാകില്ല, എന്റെ വാക്കാ വിഷ്ണു. മോളെ സഞ്ജു, അമ്മായി എന്തായാലും വിവാഹം കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞ് വരുമല്ലേ മോളിങ്ങോട്ട്. അതുകൊണ്ട് ഗൃഹപ്രവേശനം പോലെ ചെറിയൊരു ചടങ്ങ് കൂടെ ആകാമെന്ന് കരുതി. അതെന്തായാലും നന്നായി അമ്മായി. മോനെ വിഷ്ണു, ഇങ്ങോട്ട് നീ എനിക്ക്. അങ്ങോട്ട് ഇറക്കി വെക്കടോ, വേഗം നാട്ടെ. ഇന്ന് തന്നെ കയറി താമസിക്കാനുള്ളതാ. കിച്ചു, നീ ജോലി എടുത്ത്. എന്തൊരു മാറാനാ. ഓ, ഇവൻ ഇവിടെയും വന്നു.
ഇവനെന്താ ഇവിടെ? ആ, അത് അവിടുത്തെ പുതിയ താമസക്കാരാ. ഇട്ടിച്ച മുതലാളി ആ വീട് അവർക്കങ്ങ് വിറ്റു. ഓ നാശം. ആ ഗണേശ, തന്റെ മരുമോള് വന്നു അല്ലേ? ആ വന്നു. മായക്കൊരു കൂട്ടായല്ലോ. ആ, അതെ അതെ. ഞാനേ ഈ വീട് സാറിന് വിറ്റു. എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്ന് തന്നെ സാറിനും പെങ്ങൾക്കും ഇവിടെ താമസം തുടങ്ങണം. അതുകൊണ്ട് പെട്ടെന്നായിരുന്നില്ല. എന്തായാലും തൊട്ടടുത്ത് വീടായതുകൊണ്ട് ഒരു കൂട്ടും കൂടി ആയല്ലോ. അതെ അതെ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ? രണ്ടാളും ഇരിക്കെ. എന്താ ജോഡി. ഉം. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാ രണ്ടാളെ ഒരുമിച്ചിരിക്കുന്നതെന്ന് കാണുന്നത്. മോളെ സഞ്ജു, ദാ പാല്. ഞാൻ രാത്രി പാല് കുടിക്കാറില്ല അമ്മായി. ഇത് മോൾക്കല്ല, വിഷ്ണുവിനാ. മോൾ കൊണ്ട് കൊടുക്ക്. ഉം. വിഷ്ണുടാ പാല്. ആ വാ വാ സഞ്ജു, പാലൊക്കെ ആയിട്ടാണല്ലോ. എന്താ കാര്യം? ഓ, ഇത് നമ്മുടെ നടക്കാതെ പോയ ഫസ്റ്റ് നൈറ്റാ അല്ലേ? എനിക്കറിയില്ല, അമ്മായി പാൽ കൊണ്ടുതരാൻ പറഞ്ഞു, ഞാൻ തന്നു. ഓഹോ, ഇത്രയും ഗൗരവമോ? ഇന്നെന്തായാലും നടക്കാഞ്ഞത് മൊത്തം ഞാൻ നടത്തും. എന്താടി, നിന്റെ കാമുകൻ അപ്പുറത്തുണ്ടല്ലോ എന്നുള്ള ധൈര്യമാണോടി നിനക്ക്? എന്തായാലും ഇതിനകത്ത് വന്ന് നിന്നെ രക്ഷിക്കാൻ അവന് പറ്റില്ലല്ലോ. വിഷ്ണുവേട്ട, എന്റെ അടുത്ത് വരരുത്. എന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്നെ തൊടാൻ. പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്നേ? അതിന് നിന്റെ സമ്മതം ആർക്ക് വേണോടി? വേട്ട, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നോണം. വേട്ട, വേട്ടാന്നല്ലേ പറഞ്ഞത്? മാറ്. ഓക്കെ, നീ പേടിക്കണ്ട. നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. നീ പാല് കുടിച്ചു കിടന്നോ. എനിക്ക് വേണ്ട. ഹ, ഇതെങ്കിലും നടക്കട്ടെ. കുടിക്ക്, കുടിക്കാൻ. ഗുഡ് ഗേൾ, ഇനി കിടന്നോ. ഇയാൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ? എന്താ ഇത്ര ചൂട്? ഹ, എന്താ സഞ്ജന, ഉറക്കം വരുന്നില്ലേ? എന്റെ തല പേർക്കും എന്തൊക്കെയോ പോലെ. നിങ്ങൾ എനിക്ക് എന്താ കലക്കി തന്നത്? വയാഗ്ര. ഇനിയിപ്പോ നീ തന്നെ സമ്മതിച്ചോളൂ എല്ലാത്തിനും. You cheat. ആടി. No, please. നീ എന്താ കരുതിയെ ഞാനൊരു പൊട്ടനാണെന്ന്? എന്റെ കുഞ്ഞ് നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അത് മാത്രം മതി എനിക്ക്. എന്നിട്ട് നീ നിന്റെ കാമുകന്റെ കൂടെ പോവോ, നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുകയോ ചെയ്തു. വേണ്ട. No, please. ആരെ സമയത്ത്? എന്താടാ, ഉറങ്ങിയില്ലേ? നീയോ? നീ എങ്ങനെ എന്റെ വീട്ടിൽ നീ? ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ വന്നതാ. മാളവിക്ക്. ഡാ സഞ്ജന, എനിക്ക് എന്താ പോലെ. താൻ വാ. ഡാ, അവളെ വിടടാ. തൊട്ടു പോകരുത്. നീ ഇവിടെ തന്നെ കാണണം. ഞാൻ തിരിച്ചു വന്നിട്ട് നിനക്ക് തരാനുള്ളത് തന്നോളാം. അമ്മേ, അച്ഛാ. അവരാരും ഉണരില്ല. നാളെ നോക്കിയാൽ മതി ഇനി. പിന്നെ ഇക്കാര്യം ആരോടെയും പറഞ്ഞ് കൊന്നു കുഴിച്ചു മുടിഞ്ഞ് ഓർത്തോ നീ. ഏട്ടാ, സഞ്ജനയ്ക്ക് എന്ത് പറ്റി? പറയാം. നീ ബെഡ്റൂമിന്റെ ഡോർ തോന്നേ. എനിക്ക് നല്ല ചൂട് തോന്നുന്നു. ഞാനിതെവിടാ? നീ എന്താ കരുതിയെ ഞാനൊരു പൊട്ടനാണെന്ന്? എന്റെ കുഞ്ഞ് നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ അത് മാത്രം മതി എനിക്ക്. അയാൾ എന്നെ. സഞ്ജന, താൻ പേടിക്കണ്ട. താൻ ചിന്തിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനു മുന്നേ ഏട്ടൻ തന്നെ കൊണ്ടുവന്നു. കൃഷ്ണേന്ദു
സഞ്ജന എവിടെ? ഏ, ഇവളെന്താ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ? മോളെ സഞ്ജന, മോളെന്താ രാവിലെ അവിടെ നിന്ന് വരുന്നേ? അത് കൃഷ്ണേന്ദുനെ കാണാൻ പോയതാ. അവളെന്റെ ഫ്രണ്ടായിരുന്നു, ഒന്ന് കാണാമെന്ന് വെച്ചു. മോളെ വിഷ്ണു തിരക്കുന്നുണ്ടായിരുന്നു. മോളെ ചെല്ല്. അത് എനിക്ക് നല്ല തലവേദന. നിന്റെ തലവേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം, നീ വാ. അത് വാടി. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ നൈറ്റ്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നീ വയാഗ്ര കഴിച്ചിട്ട് അവന്റെ കൂടെ അല്ലായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു അവനുമായിട്ട്? മാനിയായി സംസാരിക്കണം നിങ്ങൾ. കണ്ടവന്റെ കൂടെ കിടന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നോടി. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെയുള്ള പെണ്ണല്ല, നിങ്ങളതൊന്ന് മനസ്സിലാക്കും. കൊള്ളാം നിന്റെ ഡ്രാമ. ഇങ്ങനെ അഭിനയിച്ചാൽ നിനക്ക് ഓസ്കാർ കിട്ടും. അവിടെ ഒരു പാതിവ്രത ചമയാൽ ഇങ്ങനെ പോയാൽ അവൻ നിനക്ക് പെട്ടെന്ന് തന്നെ ഒരു കോച്ചിനെ തരുമല്ലോടി. അങ്ങനെ വല്ലതും ഉണ്ടായ സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കും. പക്ഷെ അദ്ദേഹം നിങ്ങളെപ്പോലെ ഒരു തേർഡ് റേറ്റ് അല്ല. എന്താണ് പറഞ്ഞത്? വിഷ്ണു, എന്താ നീ കാണിക്കുന്നേ? എനിക്ക് വയ്യ ഇങ്ങനെ സഹിക്കാൻ. ഹരി, സഞ്ജനയുടെ കാര്യം എന്തായി? ഡിവോഴ്സിന്റെ കാര്യം സംസാരിച്ചോ അവളോട്? ഏയ് ഇല്ല, അവൾ പെട്ടെന്നൊരു ഡിവോഴ്സിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഹരി അങ്ങനെ പറഞ്ഞത്? അത് അവൾ ആ വിവാഹം പവിത്രമായിട്ടാണ് കണ്ടേക്കുന്നത്. ഒരു പെണ്ണിനും താലി കുട്ടിക്കളിയല്ല. അതുകൊണ്ട് തന്നെ ആ വിഷ്ണു അവൾക്ക് വെറുപ്പാണെങ്കിലും ആ താലിയോട് അവൾക്ക് ബഹുമാനമുണ്ട്. ആ ഒരു ബോൺ കാരണം അവൾ ഡിവോഴ്സിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിന്റെ വരവ് അവൾ ഒട്ടും പ്രതീക്ഷിച്ചത് അല്ലല്ലോ ഹരി. അവളുടെ വിധി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോഴല്ലേ നിന്റെ വരവ്. അപ്പോൾ അതിൽ നിന്നും തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. ബട്ട് ഇത് കാരണം ആ വിഷ്ണുവിന്റെ ടോർച്ചർ മൊത്തം അവൾ സഹിക്കണം. അത് അവൾ മനസ്സിലാക്കുന്നില്ല. ഹരി, താൻ കുറച്ച് ടൈം കൊടുക്കാവക്ക്. അവൾ നിന്നെ എപ്പോഴും ജീവനെ തുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് നിനക്കറിയാമല്ലോ. അതെനിക്ക് ആരെക്കാളും അറിയാം. ലെറ്റ്സ് സീ. ആ വിഷ്ണു അവളെ ഹേർട്ട് ചെയ്ത വെച്ചേക്കില്ല ഞാൻ അവനെ. മോളെ, ഞാനും അമ്മാവനും കൂടെ മുംബൈ വരെ ഒന്ന് പോവാ, വീണമോളുടെ അടുത്ത്. അതുകൊണ്ട് ഒരു വീക്ക് ഞങ്ങൾ ഇവിടെ കാണില്ല കേട്ടോ. അത് അമ്മായി. ശരി മോളെ, പോയിട്ട് വരാം. എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഇന്ന് ഇത് നിനക്ക് കൊണ്ടുവന്നതാ, പോയി ഇട്ടോണ്ട് പോവാ. എനിക്കിതൊന്നും വേണ്ട. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഉണ്ടടി. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിക്കടി അവിടെ. നിന്റെ കാമുകന്റെ അടുത്ത് ഇന്ന് പോകുന്നില്ലേടി നീ? വിഷ്ണുവേട്ട, മാന്യമായിട്ട് സംസാരിക്കണം. മാന്യതയില്ലാത്ത നിന്നോടാണോടി ഞാൻ മാന്യമായി സംസാരിക്കേണ്ടത്? കെട്ടുന്നതിന് മുന്നേ ഒരുത്തൻ കൊണ്ടു നടന്ന നിന്നെ ഞാൻ തലയിലെടുത്ത് വെച്ചത് എനിക്ക് പുണ്യം കിട്ടാനല്ല. കിടന്ന് അലറാതടി. സത്യങ്ങൾ പറഞ്ഞപ്പോ നിനക്കത് പൊള്ളുന്നുണ്ടോ? കല്യാണത്തിന് മുമ്പേ അഴിഞ്ഞാടി നടന്നിട്ടും നിനക്ക് മതിയായില്ലേടി? ഇപ്പൊ എന്റെ താലി ഇട്ടോണ്ട് കണ്ട ആണുങ്ങളെ എന്റെ ബെഡ്റൂമിൽ വിളിച്ച് കയറ്റി വല്ലേടി നീ? മതി, നിർത്ത്. എനിക്കെല്ലാം മതിയായി. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യുക. എന്റെ മനസ്സില്ലാഞ്ഞിട്ടും നിങ്ങളെ കേട്ടാൻ ഞാൻ സമ്മതിച്ചത് എന്റെ വലിയേട്ടനെ ഓർത്ത് മാത്രമാണ്. നിങ്ങൾ 1000 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ഹരി സാറും ഞാനും തമ്മിൽ ആരുതാത്ത ബന്ധമുണ്ടെന്ന്. അതെല്ലാം ഞാൻ കേട്ടു, സഹിച്ചു. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അന്യ ആണുങ്ങളെ എന്റെ ബെഡ്റൂമിൽ കയറ്റിയെന്ന്. നിങ്ങളുടെ താലിയിട്ടുണ്ട് ഞാൻ ആണുങ്ങളെ വിളിച്ച് കയറ്റിയെന്ന്. എന്നാ നിങ്ങൾ കേട്ടോ? അങ്ങനെ ആരെയും കേറ്റുവാണേ ഞാൻ ആണൊരുത്തിനെ ജീവനെ തുല്യം സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ മാത്രമേ വിളിച്ച് കയറ്റു. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കെട്ടിയ താലിയിട്ടുണ്ടാണെന്ന്. ഈ താലി ഞാൻ എവിടെ ഉപേക്ഷിക്കുമോ? എന്നെ നീക്കുമോ?
ഇനി നിങ്ങളും ഞാനും തമ്മിൽ ഈ താലിച്ചേടേണ്ട ബന്ധം പോലെ ഉണ്ടാവില്ല. പാടി ഇറങ്ങുവായി സഞ്ജന മനസ്സ് നിറയെ സന്തോഷത്തോടെ. എങ്കിലും വിഷമമുണ്ട്. എന്റെ 2 വർഷം പോയല്ലോ എന്നോർത്ത്. മാറരുത് ഈ പടി കടന്ന്. എല്ലാം ഞാൻ കേട്ടു. താൻ വാ. സർ, ഞാനും കെട്ടിപ്പിടിച്ചോട്ടെ. സഞ്ജന.